ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ഓൾട്രേഷൻ്റെ ചെറിയൊരു വീഡിയോ കാണിക്കുകയാണ്. ഇതെൻ്റെ ഒരു ഓൺലൈൻ കസ്റ്റമർ അയച്ചു തന്നതാണ്. ബ്ലൗസ് തയ്ക്കണം, ഓൾട്രേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അയച്ചു തന്നതാണ്. നാലഞ്ച് ബ്ലൗസ് തയ്ക്കാനുണ്ട്. ഓൺലൈനിൽ ഇതുപോലെ നിങ്ങൾക്കും തുണികൾ അയച്ചു തരാം. ഇനി ഇത് ഞാൻ കാണിക്കാൻ എടുത്തത് ഈ ബ്ലൗസിൻ്റെ ഓൾട്രേഷനാണ്. ഇത് റീസെൻ്റ്ലി അവരെവിടെയോ കൊടുത്ത് തയ്ച്ചതാണ്. പക്ഷേ അവർക്കത് എന്തൊക്കെയോ കംപ്ലൈൻറ്റുകൾ, കഴുത്ത്, പിന്നെ നെഞ്ചോ കൈക്കുഴി എന്തൊക്കെയോ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ അത് അഴിച്ച്, ഞാൻ പറഞ്ഞത് അഴിച്ച്, കൈയൊക്കെ അഴിച്ച് സൈഡും അഴിച്ച് അയക്കാൻ പറഞ്ഞു. അങ്ങനെ അത് അഴിച്ചാണ് അയച്ചേക്കണത്. ഇനി ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ ഞാൻ കൈ വെട്ടുകയാണ്. ഇതിപ്പോൾ കൈ വെട്ടി അവർ തയ്ച്ചൊക്കെ വെച്ചിരുന്നതാണ്. ഇനി എൻ്റേതായ ഒരു രീതിയിൽ ഞാൻ വെട്ടുകയാണ്. കൈക്കുഴി ഞാൻ വെട്ടുകയാണ്. ഇറക്കം കുറയാനും പാടില്ല, എന്നാൽ കൈക്കുഴി കറക്റ്റ് ആവും വേണം. എന്താ, ഞാൻ ആദ്യം ഇത്രയധികം നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. കൈക്കുഴിയിലൊക്കെ തുണി വച്ചൊക്കെ പിടിപ്പിച്ചിരിക്കുന്നതാണ്, എത്താത്തതുകൊണ്ട്. ഇനി നമുക്കിതിൻ്റെ കഴുത്തും ബാക്കും ഒക്കെ നോക്കാം. ഇതിൽ എവിടെയൊക്കെയാണ് അവർക്ക് മിസ്റ്റേക്ക് വന്നത്, എങ്ങനെയൊക്കെ വന്നു എന്നറിയണ്ടേ തയ്ച്ചത്. അപ്പം നമുക്കത് കഴുത്ത് കറക്റ്റായിട്ട് പിടിച്ചിട്ട് ബാക്ക് നോക്കാം. എപ്പോഴും നിങ്ങൾ തയ്ക്കുമ്പോഴും ഇതുപോലെ കഴുത്ത് കറക്റ്റായിട്ട് പിടിച്ചിരിക്കണം കേട്ടോ. കഴുത്ത് കയറി ഇറങ്ങി ഇതിപ്പോൾ 4 ഇഞ്ചുള്ള ഒരു ചെറിയ നെക്കാണ്, വലിയ ഇറങ്ങിയ നെക്കല്ല. എന്നിട്ട് പോലും കണ്ടോ, കഴുത്ത് കറക്റ്റ് പിടിച്ചപ്പോൾ താഴെ കയറി ഇറങ്ങി വന്നത് കണ്ടോ. അത്രയും ഭാഗം ഇനി നമുക്കിതൊന്ന് ഒഴിവാക്കണം. സൈഡ് കണ്ടോ, കൈക്കുഴി കണ്ടോ, കൈക്കുഴി എത്ര കട്ട് ചെയ്യണം. അങ്ങനെ ഇതിൽ ഇനി കുറേ കട്ട് ചെയ്യാനുണ്ട്. ആദ്യം നമുക്കിത് അഴിച്ചെടുക്കാം. ഈ അടിയിലത്തെ പട്ട അഴിച്ചെടുക്കാം. അടിയിലത്തെ പട്ട അഴിച്ചെടുത്തിട്ട് വേണം ഇനി നമുക്കത് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യാനുള്ളത്. ആ കഴുത്തെല്ലാം കറക്റ്റ് പിടിച്ച് നോക്കണം കേട്ടോ. കറക്റ്റായിട്ട് പിടിച്ച് വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനുള്ളത്. ഞാൻ ബാക്ക് അഴിച്ച് കറക്റ്റ് ചെയ്ത് അഴിച്ച് മാറ്റി, അതിൻ്റെ പട്ട അഴിച്ച് മാറ്റി. ഇനി നമുക്ക് ബാക്ക് കഴുത്ത് കറക്റ്റ് പിടിച്ച് വയ്ക്കണം, എന്നാലേ നമുക്ക് ബാക്കി ബാക്കും ആം കണ്ടോ, ആം ഹോളൊക്കെ ഇരിക്കുന്നുണ്ടോ, ആം ഹോൾ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ടോ. ഇങ്ങനെ തയ്ച്ചാൽ എങ്ങനെയാണ് ബ്ലൗസ് കറക്റ്റ് ആവുന്നത്. ഈ തയ്ക്കുമ്പോൾ നിങ്ങളൊക്കെ നന്നായിട്ട് തയ്ച്ചു കൊടുക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടായിരിക്കും പലരും ബ്ലൗസ് തയ്ച്ചിട്ട് കറക്റ്റ് ആകാതെ പോകുന്നത്. എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ വരും. അതെന്താണെന്ന് ഈ ഇടുന്നവർക്കും മനസ്സിലാവില്ല, തയ്ക്കുന്നവർക്കും മനസ്സിലാവില്ല എവിടാണ് മിസ്റ്റേക്ക് വന്നത്. വണ്ണം കറക്റ്റ് ചെയ്ത് സൈഡ് കറക്റ്റ് ഒക്കെ കറക്റ്റ് കണ്ടോ. ഇവിടെ ഇത്രയും ഭാഗം ഇനി ഇത് കട്ട് ചെയ്യണം. അത്ര ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. കണ്ടോ, അത്ര ഭാഗം കട്ട് ചെയ്തെന്ന് വിചാരിച്ചതിന്റെ ലെങ്ത് ഒന്നും കുറയില്ല കേട്ടോ, അങ്ങനെ വിചാരിക്കണ്ട. അത്രയും ഭാഗം അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി. അപ്പൊ ഇതൊന്ന് ഞാൻ എത്രയൊക്കെ കട്ട് ചെയ്യണമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചണം. കൈ ഷേപ്പ് ഒന്ന് കുറെ കട്ട് ചെയ്തു. ഇനി നമുക്ക് ആം ഹോൾ കട്ട് ചെയ്യണം. പക്ഷെ അത് പിന്നീട്, അത് നമ്മൾ ഈ പട്ടയെല്ലാം വെച്ച് തയ്ച്ചിട്ട് നമുക്ക് സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ മാത്രം ആം ഹോൾ കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്താൽ മതി, ഇപ്പൊ ഒന്നും ചെയ്യണ്ട. അത്രയും ഭാഗം അവിടെ കട്ട് ചെയ്യണം, സൈഡ് കട്ട് ചെയ്യണം. കുറച്ച് കട്ടിങ്ങും കൂടെയൊക്കെ ബാക്കിയുണ്ട്, പക്ഷെ ഇപ്പൊ കട്ട് ചെയ്യുന്നില്ല. അത് നമുക്ക് പിന്നീട് കട്ട് ചെയ്യാം. കണ്ടോ, 2 സൈഡും ബാക്കിയുണ്ട്. അതൊക്കെ കട്ട് ചെയ്യേണ്ടത് തന്നെയാണ്, പക്ഷെ നമുക്ക് പിന്നെ കട്ട് ചെയ്യാം. ഇതിന്റെ ഫ്രണ്ട് കണ്ടോ, ഫ്രണ്ട് കുറച്ച് കംപ്ലൈന്റ് ഉണ്ട്. പക്ഷെ അതെനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. അത് കട്ടിങ് ഒക്കെ വെച്ച് തയ്ച്ചേക്കണോണ്ട് പ്രത്യേകിച്ച് എനിക്ക് അതിലൊന്നും തയ്ക്കാനില്ല. പക്ഷെ ഞാൻ അത് ചെസ്റ്റ് വണ്ണമൊക്കെ കറക്റ്റ് ചെയ്ത് തയ്ച്ചു കൊടുക്കും. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇനി അത് നമുക്ക് പട്ട വെച്ചടിക്കാം. ഞാൻ അതിന്ന് തന്നെ അഴിച്ചെടുത്ത പട്ടയാണ്, അത് കട്ട് ചെയ്തിട്ട് അതിൽ തന്നെ തയ്ക്കുകയാണ്.
അപ്പോൾ അത് ഇടയ്ക്കൊരു പ്ലീറ്റ് ഇട്ടാണ് അത് തയ്ച്ച് വെച്ചിരുന്നത്. പക്ഷേ ഞാനിപ്പോൾ പ്ലീറ്റ് ഇടുന്നില്ല. പ്ലീറ്റ് ഇടാതെ തയ്ച്ചാലേ എനിക്ക് കറക്റ്റ് ആവുള്ളൂ. എന്താ കറക്റ്റ് ഫുള്ളായിട്ടുണ്ട്. പട്ട വെച്ചു തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് സൈഡ് ജോയിൻറ്റ് ചെയ്യാം. സൈഡ് ജോയിൻറ്റ് ചെയ്യാൻ ഒരു 9 ഇഞ്ച്, അതായത് 33 ഇഞ്ചാണ് അവർക്ക് വേസ്റ്റ് വണ്ണം ഉള്ളത്. 33 ഇഞ്ച്. അപ്പം നമുക്ക് 33ൻ്റെ 4 എത്രയാണ്? 34 കണക്കാക്കിയാലും 8.5 പ്ലസ് 1 9.5 വേണ്ടിയതാണ്. പക്ഷെ നമുക്ക് അത്ര ഇല്ല. 9 വെച്ച് നമുക്ക് ജോയിൻറ്റ് ചെയ്യാം. ഒമ്പത് ഇഞ്ചാണ് നമ്മൾ 4 സൈഡും 9 ഇഞ്ച് എടുത്തിട്ട് ജോയിൻ ചെയ്യാം. ബാക്കൊക്കെ നിങ്ങൾ പിടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈക്കുഴി കഴുത്ത് കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ബാക്കിൽ നമ്മൾ പട്ട വെച്ച് തയ്ക്കാനുള്ളത്. ഇപ്പോൾ കഴുത്ത് കറക്റ്റ് പിടിച്ചിട്ടുണ്ട്. താഴെ നമ്മൾ നോക്കുക, കറക്റ്റ് തന്നെ നോക്കുക. കറക്റ്റ് തന്നെ. ഇനി അത് നമുക്ക് 9 ഇഞ്ച് മാർക്ക് ചെയ്യാം. 4 9 ആയപ്പോൾ 36 ഇഞ്ച് വേസ്റ്റ് വണ്ണമായി. അവർക്ക് ശരിക്കും 33 ഇഞ്ച് വേസ്റ്റ് വണ്ണം മതി. ബാക്കി നമുക്ക് തയ്യൽ തുമ്പിടാം. ഇനി നമുക്കത് 2 സൈഡും കൂടെ ജോയിൻറ്റ് ചെയ്യാം. ഫ്രണ്ടും ബാക്കും കൂടെ ജോയിൻറ്റ് ചെയ്യാം. എന്താ മാർക്ക് ചെയ്തേക്കുന്നത് നമ്മൾ സാധാരണ ബ്ലൗസ് എപ്പോഴും അടിക്കുമ്പോൾ ജോയിൻ ചെയ്യും പോലെ ജോയിൻ ചെയ്യാം. ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ സൈഡിൽ വരുന്ന വേസ്റ്റ് കട്ടിനൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഒരു 3/4 ഭാഗത്തോളം തയ്ച്ച് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൈക്കുഴിയൊക്കെ കട്ട് ചെയ്യാനുണ്ട്. അതൊക്കെ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് മതി പിന്നെ കൈവച്ച് പിടിപ്പിക്കുന്നത്. ബ്ലൗസ് ആൾട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതൊക്കെ നോക്കി ഒന്ന് ശ്രദ്ധിച്ചോണം. ബ്ലൗസ് ഇടുമ്പോൾ എന്തൊക്കെയോ കംപ്ലൈന്റ് ഉണ്ട് എന്ന് തോന്നുമെന്നല്ലാതെ എന്താണ് കംപ്ലൈന്റ് എന്നത് പെട്ടെന്ന് മനസ്സിലാവൂല. ഇടുന്നവർക്കും ചിലപ്പോൾ മനസ്സിലാവൂല. തയ്ച്ചവർ നോക്കുമ്പോൾ നെഞ്ച് വണ്ണം കറക്റ്റ്, ചെസ്റ്റ് വണ്ണം കറക്റ്റ്, കൈവണ്ണം കറക്റ്റ്, ഒക്കെ കറക്റ്റാണ്. പിന്നെ എവിടെയാണ് ഈ മിസ്റ്റേക്ക് വന്നാന്ന് ചിന്തിക്കും. പക്ഷെ മിസ്റ്റേക്ക് ഇതാ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. കണ്ടോ, ഇവിടൊക്കെ എനിക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്യാം. ഇത് വെച്ച് അടിച്ചതിന് ശേഷം ജോയിൻറ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാം. മുമ്പ് ഞാൻ ഇതുപോലെ ഒരു ഓൾട്രേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊരു കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതാ കണ്ടോ, ഈ സൈഡൊക്കെ ഞാൻ കട്ട് ചെയ്യാണ്. ഇവിടെയൊക്കെ കട്ട് ചെയ്യണം. ഇതാ കണ്ടോ, കൈ കയറി ഇറങ്ങിയിരിക്കണുണ്ടോ, അതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കണം. അതൊന്ന് ഷെയ്പ്പ് ചെയ്ത് കട്ട് ചെയ്യണം കേട്ടോ. ആ സൈഡ് ഷെയ്പ്പ് അല്ലാതെയാണ് അതിരിക്കുന്നത്. അപ്പൊ ഒന്ന് അവിടെ അത്ര ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. ബാക്കും ഫ്രണ്ടും ഒരുപോലെ തന്നെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഒരു സൈഡ് കട്ട് ചെയ്ത് ഇനി മറു സൈഡും കൂടെ കട്ട് ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ പോലെ ഒരു ഓൺലൈൻ കസ്റ്റമർ തന്നെ അയച്ചു തന്നതാണ്. ബാക്കും ഫ്രണ്ടും ഒരുപോലെ കട്ട് ചെയ്താൽ എങ്ങനെയാണ് ശരിയാവുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷെ ശരിയാവും. കാരണം ബാക്കിൽ ചുളുക്കൊന്നും വരൂല അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക്. ഇനി നമുക്ക് കൈ വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ ആ കൈക്കുഴിയൊക്കെ വേസ്റ്റ് കിടന്നൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി. ഇനി നമുക്ക് കൈ വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കും കൈ എത്തുമോ, കൈ തികയോ,
കൈ ചെറുതായി പോവുക അല്ലെങ്കിൽ ബോഡി വലുതായി പോവുക എന്നൊക്കെ തോന്നും. ഒന്നും സംഭവിക്കില്ല. ഇതാ കറക്റ്റ് ഉണ്ട് കേട്ടോ. കൈയും കറക്റ്റ് ഉണ്ട്, ബോഡിയും കറക്റ്റ് ഉണ്ട്. ഒന്നും ഒട്ടും കുറവും വന്നിട്ടില്ല, കൂടുതലും വന്നിട്ടില്ല. കണ്ടോ? കറക്റ്റ് ആയിട്ടുണ്ട്. കൈക്കുഴിയുണ്ട്, ബോഡിയുണ്ട്. ഒട്ടും ഇവിടെ കുറവൊന്നുമില്ല കേട്ടോ. കൈ വെച്ച് തയ്ച്ചു, 2 കൈയും വെച്ച് തയ്ച്ചു. ഇനി നമുക്കിത് ജോയിന്റ് ചെയ്യാം. ആദ്യം ജസ്റ്റ് ഒന്ന് ജോയിന്റ് ചെയ്യാം, പിന്നീടാണ് കൈവണ്ണമൊക്കെ നോക്കിയിട്ട് ജോയിന്റ് ചെയ്യണത്. ഇതിനെന്തോ ഫ്രണ്ട് ലൂസ് അങ്ങനെയൊക്കെയാണ് ഒരു കംപ്ലൈന്റ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഇത് ആൾട്രേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു 90% ഇത് കറക്റ്റ് ആവും. പിന്നെ ഒരു 10% എന്ന് പറഞ്ഞാൽ ഫ്രണ്ടാണ്. അതങ്ങനെ തയ്ച്ചു പോയത് ഒന്നും ചെയ്യാൻ പറ്റൂല. ഇതിന്റെ വണ്ണമൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. 33 വേണ്ടിയത്. അപ്പോൾ ഒരു കുറച്ച് ഒരു ഇഞ്ചിന് വേണ്ടി കൂടുതലുണ്ട്. അതും ഈ സൈഡ് മടക്കിയതാ കൈവണ്ണവും കറക്റ്റ് ചെയ്ത് നമുക്ക് തയ്ച്ചു വയ്ക്കാം. ഈ കസ്റ്റമർക്ക് ഞാൻ ആദ്യം ഓൺലൈനിൽ ഒരു ബ്ലൗസ് തയ്ച്ച് അയച്ചു കൊടുത്ത്. അപ്പോൾ അവർക്കത് ഇഷ്ടമായിട്ട് പിന്നെയും ബ്ലൗസ് അയച്ചു തന്നാണ്. ഇത് കണ്ടോ, ഇവിടെയാണ് അവരെ കൈക്കുഴി അടിച്ചിട്ടിരുന്നത്. പക്ഷെ അവിടെ അല്ല, ഇപ്പുറത്തോട്ടായിരുന്നു വേണ്ടിയത്. അപ്പോൾ കൈക്കുഴി അവർക്ക് ആദ്യം തയ്ച്ച ബ്ലൗസ് ചെറുതായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. അങ്ങനെ കൈക്കുഴി ചെറുതായാലും നമുക്ക് ബ്ലൗസ് കറക്റ്റ് ആവൂല, മേലോട്ട് കയറൂല. ഇനി ഇതിന്റെ വണ്ണം നമുക്ക് വേസ്റ്റ് വണ്ണം ഒന്നുകൂടെ നോക്കാം. 33 ഇതിന്റെ വേസ്റ്റ് വണ്ണം ഉള്ളത്. ഇതാ 33 ഇഞ്ച് വേസ്റ്റ് വണ്ണം ഉണ്ട്. അത്യാവശ്യം തയ്യൽ തുമ്പും ഉണ്ട്. എന്നാൽ കുറച്ച് വെട്ടിക്കളയും ചെയ്ത്. ഇപ്പോൾ ഇത് ഫുള്ളായിട്ടുണ്ട്, എല്ലാം തയ്ച്ചു കഴിഞ്ഞ്. ഇനി നമുക്ക് ഇതിന്റെ നെഞ്ച് വണ്ണം നോക്കാം. 33 ഇഞ്ച് വേസ്റ്റ് വണ്ണമുള്ള ഒരാളിന് 42, 43 ഒക്കെ നെഞ്ചുവണ്ണം വേണ്ടി വരും നോർമലിൽ. ചിലർക്ക് അത്രയൊന്നും വേണ്ടി വരില്ല. പക്ഷെ ഇവർക്ക് 43 ആണ് ഞാൻ തയ്ച്ചു കൊടുത്ത ബ്ലൗസ്. അത് കറക്റ്റ് ആയിരുന്നു. അപ്പൊ ഇതും 43 തന്നെ ഉണ്ട്. കണ്ടോ? അപ്പോൾ ഇത് തയ്ച്ചു കഴിഞ്ഞു, ആൾട്രേഷൻ ചെയ്ത് കഴിഞ്ഞു ബ്ലൗസ്. ഇനി കസ്റ്റമർ ഇട്ട് നോക്കിയിട്ട് അവർ തന്നെ ഇതിൽ കമന്റ് ഇടട്ട് കാണുകയാണെങ്കിൽ. കൈയിറക്കം ഒന്നും കുറഞ്ഞിട്ടില്ല, കൈയിറക്കമൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. കൈയിറക്കം ഒന്നും വെട്ടിയിട്ടില്ല, കൈ ഷേപ്പ് മാത്രം ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.
പിന്നെ നിങ്ങൾക്ക് ബ്ലൗസുകൾ തയ്ക്കണമെങ്കിൽ ഇതാണ് എൻ്റെ അഡ്രസ്സ്. ഈ അഡ്രസ്സിലേക്ക് നിങ്ങൾ തുണി ഇതുപോലെ പാഴ്സൽ ചെയ്ത് അയച്ചാൽ മതി. ഞാൻ തയ്ച്ച് തിരിച്ചയച്ച് തരുന്നതാണ്. നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മാത്രം മതി. ഓക്കേ.